പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. കുടുംബ ബന്ധം ചേർക്കൽ എന്ന വിഷയവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്, ഇൻഷാ അല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും അള്ളാഹുവിനെ ആരാധിക്കുന്നതിനോടൊപ്പം തന്നെ കുടുംബത്തോട് നന്മ ചെയ്യുവാൻ അള്ളാഹു കൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ നിസായിലും സൂറത്തുൽ മുഹമ്മദിലുമൊക്കെ അള്ളാഹു പ്രത്യേകം പല ആയത്തുകളിലും ഇത് എടുത്തു പറയുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമാണ്, ആരെങ്കിലും അന്ത്യദിനത്തിലും അള്ളാഹുവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന്. അപ്പം ഈ ഒരു ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുടുംബബന്ധം ചേർക്കുക എന്നത് എത്ര വളരെ ഗൗരവകരമായ കാര്യമാണ് എന്നത്. നമ്മളോട് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോട് അങ്ങോട്ട് പോയി ബന്ധം സ്ഥാപിക്കുക എന്നതാണ് ഏറ്റവും ഉത്തമമായ രീതി. നമ്മളോട് വളരെ നല്ല നിലയിൽ വർത്തിക്കുന്ന ഒരാളോട് തിരിച്ച് അതേ രീതിയിൽ വർത്തിക്കാൻ എല്ലാവർക്കും സാധിക്കും. അതേസമയത്ത് പിണങ്ങി നിൽക്കുന്ന ഒരാളടുത്ത് അങ്ങോട്ട് പോയി സലാം പറഞ്ഞുകൊണ്ട് ആ ബന്ധത്തെ വീണ്ടും ഊട്ടിയുറപ്പിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. കുടുംബബന്ധം ചേർക്കുക എന്നതൊരു സാമൂഹികമായ കാര്യമല്ല, അത് ഒരു വിശ്വാസിയുടെ ഈമാനിന്റെ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബബന്ധം ചേർക്കുന്നവർക്ക് നൽകുന്ന ഇഹത്തിലും പരത്തിലും നൽകുന്ന നേട്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആരെങ്കിലും തൻ്റെ ആയുസ്സിൽ വർധനവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തൻ്റെ ഉമ്മയോടും ഉപ്പയോടും ഏറ്റവും നന്നായി വർത്തിക്കട്ടെ. അതേപോലെ തന്നെ തൻ്റെ റിസിക്കിൽ വിശാലത ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന്. അപ്പോൾ ഇതൊക്കെ ഇഹലോകത്ത് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളാണ്. അതേസമയത്ത് അള്ളാഹു തന്നെ പറയുന്നുണ്ട്, കുടുംബബന്ധ അർശിൽ പിടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ആവലാതി പറഞ്ഞപ്പോൾ എന്നോട് ബന്ധം മുറിക്കുന്നതിനെ കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹു കുടുംബബന്ധത്തിന് കൊടുത്തൊരു വാക്കുണ്ട്, നിന്നോട് ആര് ബന്ധം മുറിക്കുന്നുവോ ഞാൻ അവനോട് ബന്ധം മുറിക്കും. നിന്നോട് ആരാണ് ബന്ധം ചേർക്കുന്നത് ഞാൻ അവനുമായി ബന്ധം ചേർക്കുമെന്ന്. അപ്പോൾ ഏറ്റവും വലിയൊരു കാര്യമാണ് കുടുംബബന്ധം ചേർക്കുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആ ഒരു ബന്ധം നമ്മളെ വീട്ടിലെ കുടുംബങ്ങളുമായും മാതാപിതാക്കളുമായും സഹോദരങ്ങളുമായും നമ്മളെ മറ്റ് അയൽവാസികളുമായും അതേപോലെ തന്നെ നമ്മൾ കുടുംബക്കാരൊക്കെയുമായി നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ബന്ധം ചേർത്ത് വെക്കാൻ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് സമ്പത്തും അധികാരവും പദവിയും ഒക്കെ ലഭിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകുന്നു, നമുക്ക് ബന്ധങ്ങളില്ലെങ്കിൽ കുഴപ്പമില്ല, പണം എൻ്റെ കയ്യിലുണ്ട് എന്ന്. പക്ഷേ ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഉള്ളപ്പോഴും തൻ്റെ കുടുംബത്തിനെ ചേർത്ത് നിർത്തുകയും അതിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുകയും ഒക്കെ ചെയ്യുന്നവനാണ് ഒരു യഥാർത്ഥ വിശ്വാസി. അത്തരത്തിലുള്ള വിശ്വാസികളായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.